കണ്ടോ, ഈ വേര് ഇവിടുന്ന് കട്ടായി വെക്കുക. ഈ വേര് ഇവിടുന്ന് കട്ടായി അതിൻ്റെ ഉള്ളിൽ നിന്ന് അടുത്ത വേര് പൊട്ടിക്കൊണ്ടിരിക്കും. ഇനി ഇതാ കറക്റ്റ് മണ്ണ് ഫില്ലായിട്ടുണ്ട്. 1, 2, 3 ഒരു 10-15 കായേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 400 ഗ്രാം എങ്കിലും ആവറേജ് വലിയ ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരു കായ വരും. 400 ഗ്രാം 10 പേർക്കാണ്. 10 പേർക്ക് 5 പോട്ട് വെച്ച്. 5 പോട്ട് വെച്ച്. അതായത് നമ്മൾ ഈ വീഡിയോ കണ്ട് മാക്സിമം ഷെയർ, ലൈക്ക്, കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 10 പേർക്ക് നമ്മൾ 5 പോട്ട് വെച്ച് വീട്ടിലയച്ചു കൊടുക്കും. വേസ് എടുക്കുന്നു, നമ്മളിങ്ങനെ വളച്ച് വെക്കുന്നു. ഇതിങ്ങനെ വളച്ച് വെച്ചു. 30 രൂപ ഒക്കെ വില വരും. 30 രൂപ. 30 രൂപ. കട്ടിക്ക് തന്നെ നല്ല വ്യത്യാസം. ഇതിപ്പം ഇത് ഇവരുടെ ബോട്ട്, ഇത് നമ്മുടെ ബോട്ട്. വെയിറ്റ് തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇത് വെയിറ്റ് തന്നെ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങളുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് 10-1 എന്നുള്ളത് 10-2 നമുക്ക് ഫ്രീ കൊടുക്കാം. നോക്കിയാൽ ഇത് നിറച്ച് കായുണ്ട്, ഒത്തിരി കായുണ്ട്. ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ബാച്ച് മുഴുവൻ ഇങ്ങനെ വിളഞ്ഞിട്ട് കൊഴിഞ്ഞു പോകാനൊക്കെ തുടങ്ങി. ഹായ്, നമസ്കാരം. നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാമോ? ഷോപ്പിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് പറയാമോ? ഓക്കെ, തീർച്ചയായും. നമ്മുടെ ഷോപ്പിന്റെ പേര് അന്ന എന്റർപ്രൈസസ് എന്നാണ്. അപ്പം നമ്മൾ ഈ ഷോപ്പിൽ വിൽക്കുന്നത് എയർ പ്രൂണിങ് പോട്ടുകളാണ്. അപ്പം ആ പോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 50% ഗ്രോത്ത് കൂടുതലായിരിക്കും. ചെടികൾക്കൊക്കെ കായ്ഫലമൊക്കെ കൂടുതലായിരിക്കും. നമ്മുടെ ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? നമ്മുടെ ഷോപ്പ് വരുന്നത് ഇരിഞ്ഞാലക്കുടേന്റെയും ചാലക്കുടിന്റെയും ഇടയ്ക്കായിട്ട് വരും. അതായത് കല്ലേറ്റിങ്കര കഴിഞ്ഞിട്ട് വല്ലക്കുന്ന് എന്ന സ്ഥലത്താണ് ഇത് വരുന്നത്, ഈ ഷോപ്പ് വരുന്നത്. അന്ന എന്റർപ്രൈസസ് എന്നാണ് കടയുടെ പേര്. നമ്മൾ മെയിനായിട്ട് എയർ പ്രൂണിങ് പോട്ടുകളാണ് ചെയ്യുന്നത്. അതെ, എയർ പ്രൂണിങ് പോട്ടുകളാണ് ഞങ്ങൾ ഇവിടെ വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഷോപ്പിലെ പോട്ടുകളും അതിന്റെ വിലയും ഡീറ്റെയിലും എല്ലാം ഒന്ന് പറഞ്ഞുതരാമല്ലോ? ഓക്കെ, തീർച്ചയായും പറഞ്ഞുതരാം. ഞാൻ ചേട്ടനും കൂടിയാണ് ഷോപ്പ് നടത്തുന്നത്. അപ്പം ചേട്ടൻ പറഞ്ഞുതരും, അതിന്റെ വിലയും ഡീറ്റെയിൽസ് ഒക്കെ ചേട്ടൻ പറഞ്ഞുതരും. നമ്മൾ മെയിനായിട്ടും എയർ പ്രൂണിങ് പോട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു കമ്പോസ്റ്റ് ബിന്നും ചെയ്യുന്നുണ്ട്. ഏറ്റവും ചിലവ് കുറഞ്ഞൊരു കമ്പോസ്റ്റ് ബിന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ പ്രൂണിങ് പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു 30% തൊട്ട് 50% വരെ ചെടിക്ക് വളർച്ച കൂടുതൽ കിട്ടും. ഫ്രൂട്ട്സ് പ്ലാന്റിനാണ് കൂടുതൽ, ചെടികളെക്കാളും കൂടുതൽ അനുയോജ്യം ഫ്രൂട്ട്സ് പ്ലാന്റിനാണ്. അപ്പോൾ ഇത് നമ്മൾ 2 ക്വാളിറ്റി എയർ പോട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ക്വാളിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടിയ ക്വാളിറ്റി, അതായത് വിദേശത്തെ ക്വാളിറ്റിയിൽ നമ്മൾ തന്നെ ചെയ്യിപ്പിച്ചെടുക്കുന്ന പോട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സംഭവം എങ്ങനെയാണെന്ന്, എയർപോർട്ടിന് വർക്കിംഗ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്തരം ഷീറ്റുകളാണ്. അപ്പോൾ ഈ ഷീറ്റ് നമ്മൾ ഇങ്ങനെ വളച്ച് വയ്ക്കുമ്പോഴാണ് പോട്ടാകുന്നത്. അപ്പോൾ ഇത് ഷീറ്റാണ്. അപ്പോൾ ഇത്തരം ഷീറ്റ് നമ്മൾ ഇതിൻ്റെ ബേസ് വിട്ട് നമ്മൾ സ്ക്രൂ ഇട്ട് മുറുക്കി കഴിയുമ്പോൾ നമുക്ക് പോട്ടാകും. അപ്പോൾ ഇത്തരം ഷീറ്റ് പല അളവിലുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട പോട്ടിൻ്റെ അളവിൽ നമുക്ക് പല അളവിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്കിത് ജോയിൻറ്റ് ചെയ്തും ഒക്കെ നമുക്ക് സൈസ് കൂട്ടാം. ഇത് 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻറ്റിലാണ് വരുന്നത്. അങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വലുതാക്കി സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 50% വരെ വളർച്ച കൂടുതൽ ലഭിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് റൂട്ട് പ്രൂണിങ് നടക്കും. അതായത് നമ്മളൊരു ചെടി ഇതിനകത്ത് വെച്ചു, സാധാരണ ഒരു പോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഡ്രമ്മിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വേരിങ്ങനെ ചുറ്റിക്കെട്ടി വളരും. അപ്പോൾ ഈ എയർപോർട്ടിൽ നമ്മൾ ചെടി വെച്ച് കഴിയുമ്പം ഈ ഹോള് കാണുമ്പം വേര് സ്വാഭാവികമായിട്ടും ഈ ഹോളിൽ കൂടെ പുറത്തോട്ട് വരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ജസ്റ്റ് ഈ അറ്റത്ത് വന്നു കഴിയുമ്പം വേരിവിടെ വന്നു കഴിയുമ്പം പുറത്ത് മണ്ണുമില്ല, വെള്ളവും ഇല്ല, വളവും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുറത്തോട്ട് വന്ന വേര് ഇവിടുന്ന് കട്ടായിട്ട് ഇവിടുന്ന് കട്ടായി പോകും. എന്നിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് വേറെ സബ് ബ്രാഞ്ചസ് ആയിട്ട് വേര് വളരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വേരിൽ നിന്ന് തന്നെ ഇങ്ങനെ 4 വേരുകൾ ഒത്തിരി പൊട്ടി ഉണ്ടാകും. അപ്പം ഒത്തിരി 4 വേരുകൾ ഉണ്ടാകുമ്പോഴത്തേക്കും ചെടി വെള്ളവും വളവും കൂടുതൽ വലിക്കും. അപ്പോൾ അതനുസരിച്ച് ചെടി പെട്ടെന്ന് വലുതാകും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പോട്ടിലോ ഡ്രമ്മിലോ വെക്കുന്നതിനേക്കാളും ചെടികൾ ഫ്രൂട്ട്സ് പ്ലാന്റൊക്കെ കൂടുതൽ വലുതാകും. പക്ഷേ ഇതിന് ചില ആൾക്കാർ ഇതിനകത്ത് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ, കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഗുണത്തിന് പകരം ദോഷമാണ് ഉണ്ടാകുന്നത്. ചില ആൾക്കാർ ഇതിനകത്ത് ഹാഫേ മണ്ണ് നിറയ്ക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഫുള്ള് ഇവിടം വരെ മണ്ണ് നിറയ്ക്കും. ഒന്ന് മഴ പെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴോ മണ്ണൊന്ന് ഇരുന്ന് പോയി കഴിയുമ്പോൾ ഈ മണ്ണിൻ്റെ ലെവല് താഴും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വളമിടുന്നതെല്ലാം പുറത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇങ്ങനെ വിജയകരമായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി, നമ്മൾ എയർപോർട്ടിൽ കൃഷി ചെയ്തിട്ട് നമുക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്, ഒന്ന് മണ്ണ് ആദ്യം നിങ്ങൾ ചെടി വയ്ക്കുമ്പോൾ ഫുള്ള് മണ്ണ് നിറയ്ക്കണം.
ഫുള്ള് മണ്ണ് നിറയ്ക്കുക, ചെടിയൊക്കെ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ചെടിയുടെ മണ്ണിൻ്റെ ലെവൽ ഒന്ന് താഴും. അപ്പോൾ ആദ്യത്തെ ഒരു 4-5 ദിവസത്തേക്ക് ചെറിയ ലീക്കൊക്കെ വരും. ഈ ഹോളിലോട്ടൊക്കെ മണ്ണ് കയറിയിട്ടൊന്ന് അടയും. അത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് മണ്ണൊന്ന് താഴ്ന്ന മണ്ണൊന്ന് ടോപ്പപ്പ് ചെയ്തിട്ട് ഈ ലെവലിൽ മണ്ണ് നിർത്തണം. അപ്പം നമ്മൾക്ക് ഉദ്ദേശിച്ച പോലെ നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം അവിടെ നിൽക്കും, അവിടെ താഴും. മറ്റേ ഇടയ്ക്കൂടെ ടാപ്പിൽ നിന്ന് വെള്ളം പോകുന്ന പോലെ പോകത്തില്ല. അപ്പോൾ നമുക്ക് ചെടിക്ക് ഈ റൂട്ട് പ്രൂണിങ് നടക്കും, ചെടിക്ക് നല്ല വളർച്ച കിട്ടും. അപ്പോൾ ഹാഫ് മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും മണ്ണ് നിറച്ചിട്ട് പിന്നെ താഴുമ്പോൾ നമുക്ക് ആ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഒത്തിരി നെഗറ്റീവുകൾ കേൾക്കാറുണ്ട്. അതായത് എയർപോർട്ട് കൊണ്ടുവച്ചിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴേ നശിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നെഗറ്റീവ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എയർപോർട്ടിലോട്ട് ആൾക്കാർക്ക് വരാനൊരു ഒരു മടിയുണ്ട്, ഒരു സജഷൻ ആയിട്ട് എടുക്കുന്നില്ല അവർ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എയർപോർട്ട് ശരിക്കും പറഞ്ഞാൽ 3 ക്വാളിറ്റി ഉണ്ട്. അതായത് ഇത് കപ്പലയിൽ നമുക്ക് വിദേശത്തുനിന്ന് വരുന്ന എയർപോർട്ടാണ്. ഇതൊരു സാമ്പിളിന് വേണ്ടി എടുത്താണ്. അപ്പോൾ ഇത് കപ്പലയിൽ വരുന്നതാണ്. ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള എയർപോർട്ടാണ്. ഓക്കെ, ഇത് നല്ല ബോട്ടാണ്. പക്ഷേ ഇത് നമുക്ക് കോസ്റ്റ് കൂടുതലാവും. കാരണം ഇതിൻ്റെ ചാർജുകളും ഷിപ്പിംഗ് കോസ്റ്റ് എല്ലാം കൂടെ വരുമ്പോൾ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചെറിയ ഡിസൈൻ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എയർപോർട്ടാണ്. സാധാരണ നമുക്ക് കടയിലും എല്ലായിടത്തും കിട്ടുന്ന എയർപോർട്ടാണ്. ഇത് ഒത്തിരി സൈസുകളുണ്ട്. നമുക്കിപ്പോൾ കേരളത്തിൽ കിട്ടുന്നത് ഈ എയർപോർട്ടാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റീസൈക്കിൾ പ്ലാസ്റ്റിക് കൊണ്ടാണ് മെയിനായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ലൈഫ് തീരെ കുറവാണ്. ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി പറയുന്നത് 4 വർഷമാണ് മാക്സിമം പറയുന്നത്. അതും മറ്റേ ഒരു 20 ഡിഗ്രി താഴെയുള്ള ക്ലൈമറ്റിലാണ് ഇവർ 4 വർഷം പറയുന്നത്. പിന്നെ 20 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും. 20 ഡിഗ്രി സെൽഷ്യസ് താഴെയാണെങ്കിൽ 4 വർഷം പറയുന്നു. പക്ഷെ അത് 20 എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ചൂട് കാലത്ത് 40 ഡിഗ്രി വരെയൊക്കെ ചൂട് വരാം. പിന്നെ ടൈൽസിലൊക്കെ ആകുമ്പോൾ ഈ 40 എന്നുള്ളത് ടൈൽസിലെ ചൂട് ചിലപ്പോൾ 60 വരെ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ 6 മാസമോ ചിലപ്പം 6 മാസത്തിനുള്ളിൽ നമ്മുടെ ആ ചൂടനുസരിച്ച് ഇത് പൊട്ടിപ്പോവും, ഇത് പൊടിയായിട്ട് പോകും. പിന്നെ ഇത് ഈ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ചില ആൾക്കാർ 2 മാസം കൊണ്ട് പോട്ട് പോയെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതെന്നു വെച്ചാൽ ഈ ചില ബാച്ചിൽ ഇവർ UV ട്രീറ്റിംഗ് പൗഡറും കറക്റ്റായിട്ട് ഇത് ഇടാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന് ആ പറയുന്ന ലൈഫ് നമുക്ക് കിട്ടാറില്ല. നമ്മൾ ഈ ക്വാളിറ്റിയും ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളിത് പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ, കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ. ഇത് അത്രയും ലൈഫ് കിട്ടുന്ന പോട്ടല്ല. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ട് ഇതിനാകുമ്പോൾ ഒത്തിരി സൈസുകളുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് ഇത് ക്വാളിറ്റി കൂടിയ പോട്ടാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത് പിടിച്ചു നോക്കിയോ, ഇത് കട്ടിക്ക് തന്നെ നല്ല വ്യത്യാസം. ഇതിപ്പം ഇത് ഇവരുടെ പോട്ട്, ഇത് നമ്മുടെ പോട്ട്, വെയിറ്റ് തന്നെ നല്ല വ്യത്യാസമുണ്ടല്ലേ? ഇത് വെയിറ്റ് തന്നെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ക്വാളിറ്റി ഒത്തിരി കൂടിയതാണ്. അതായത് വിദേശത്തെ ഈ പോട്ടിൻ്റെ ക്വാളിറ്റിയിലാണ് ഇത് നമ്മൾ ചെയ്യിച്ചെടുക്കുന്ന പോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. പക്ഷേ നമുക്ക് 1-2 സൈസേ ഉള്ളൂ. വലിയ സൈസ് ആകുമ്പോൾ ഷീറ്റ് ജോയിന്റിലാണ് വരുന്നത്. നമുക്ക് ഇപ്പൊ വരുന്നത് ഈ സൈസ് ആണെങ്കിൽ നമുക്ക് ജോയിന്റ് ചെയ്ത് വലുതാക്കാം അല്ലേ? ജോയിന്റ് ചെയ്ത് നമുക്ക് വലുതാക്കാം. പക്ഷെ ജോയിന്റ് ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു ടൈം കസ്റ്റമേഴ്സിന് എടുക്കും. കാരണം അതുകൊണ്ട് പക്ഷെ വലിയ സൈസിൽ നമ്മൾ ഇങ്ങനെ മാർജിനും എടുക്കുന്നില്ല. കാരണം അത്രയും ജോയിന്റ് വരുന്നുണ്ട്, അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ മെയിനായിട്ടും വിദേശത്തു നിന്നുള്ള പോട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം അത് കോസ്റ്റ് വരുമ്പോൾ ഒത്തിരി കൂടുതലാവും. പിന്നെ മറ്റേ പോട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ക്വാളിറ്റി കുറവായതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ. പിന്നെ ഈ സാധാരണ നമ്മളിപ്പോൾ ചെയ്യുന്ന പോട്ട് ഇതാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത്. ഇത് വെർജിൻ പ്ലാസ്റ്റിക്കിൽ വരുന്നതാണോ? ഇത് വെർജിൻ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. പക്ഷെ ചെറിയ അളവിൽ ഇതിലും റീസൈക്കിളിൽ മിക്സ് വരുന്നുണ്ട്. പക്ഷെ ഇതിൽ എന്ന് പറയുമ്പോൾ നല്ല അളവിൽ മൊത്തത്തിൽ മിക്സ് വരുന്നുണ്ട്. ഇത് തന്നെ ഇനിയിപ്പോൾ കസ്റ്റമേഴ്സ് പറയുവാണെങ്കിൽ വേറെ ടോപ്പ് ക്വാളിറ്റിയിൽ, ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റി ഒക്കെ വേണ്ടവർക്കും വേറെ ക്വാളിറ്റിയിലും ഒക്കെ നമുക്ക് പല ക്വാളിറ്റിയിൽ ഇത് ചെയ്ത് കൊടുക്കാവുന്ന തിക്നെസ്സും ലൈഫും എല്ലാം കൂടുതൽ കിട്ടുന്ന പോട്ട്. ഇത് 27 ലിറ്ററിന്റെ പോട്ടാണ്. 27 ലിറ്റർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇന്നർ റോള് 25, ഔട്ടർ 27 ആണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു സാധാരണ പച്ചക്കറി ചെടികൾ തൊട്ട് ഒരു 10 അടി വരെ മാക്സിമം ഹൈറ്റ്, അതായത് ഒരു 3 അടി 4 അടി സൈസ് ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു 10 അടി സൈസ് വരെ നമുക്ക് ഇതിനകത്തൊക്കെ നിർത്താൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ഇതിലോട്ട് വെക്കുക, സ്ക്രൂ അഴിക്കുക, വലുതിലോട്ട് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ വലിയ പോട്ടോ അല്ലെങ്കിൽ നിലത്ത് മണ്ണിലോട്ട് വെക്കുന്നവർക്കാണെങ്കിൽ സ്ക്രൂ അഴിച്ചിട്ട് മണ്ണിലോട്ട് വെക്കുക. പിന്നെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചെടി പെട്ടെന്നൊന്ന് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ
വളർത്തിയെടുത്തതിന് ശേഷം തറയിൽ വെക്കുന്നവർക്കും ആദ്യം ഇതിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ? തറയിൽ വെക്കുന്നവർക്കും, അതായത് ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ മുറ്റത്ത് വെക്കുമ്പോൾ ആദ്യം ഇതിനകത്തൊന്ന് വെച്ച് പ്ലാന്റ്സ് ഒന്ന് വളർത്തിയെടുത്ത് വേര് സ്ട്രോങ് ആക്കിയിട്ട് തറയിലോട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെ ആ 27 ലിറ്ററിൻ്റെ സൈസാണ്. ഇത് 6 ലിറ്റർ സൈസാണ് വരുന്നത്. ഒറ്റ ഷീറ്റ് മടക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് 6 ലിറ്റർ സൈസേ വരും. ചെറിയ പോട്ടാണ്. ഇതുപോലെ ചെറിയ കാര്യത്തിനൊക്കെ ചെറിയ ഇത് 27 ലിറ്റർ സൈസാണ്. അത് ഇതിനെങ്ങനെ പ്രൈസ് വരും? ഏറ്റവും ചെറുത് നമ്മൾ ഈ കണ്ടതിന് ഇതിന് ഏകദേശം 110 രൂപ വില വരും. 110 രൂപ വില വരും. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞ മെയിൻ കോസ്റ്റ് എന്ന് പറയുന്നതിന് അച്ഛൻ്റെ ആ കോസ്റ്റ് മോൾഡിൻ്റെ കോസ്റ്റ് വരുന്നതുകൊണ്ടാണ് അത്ര അതിന് വരുന്നത്. 110 രൂപ വില വരുന്നത്. പിന്നെ ഓരോ 10 എണ്ണത്തിനും ഒന്ന് ഫ്രീ നമ്മൾ സാധാരണ കൊടുക്കുന്നുണ്ട്. ഓരോ 10 ഒന്ന് ഫ്രീ വെച്ച്. അപ്പം 110 എന്നുള്ള വീണ്ടും താഴുമല്ലോ. അപ്പോൾ ഇതൊക്കെ 27 ലിറ്ററിൻ്റെ ആണ്. നമ്മൾ അത് ഇതൊക്കെ ആ സെയിം സൈസാണ്. ഇതൊക്കെ 280 രൂപ വില വരും. 280. സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ക്വാളിറ്റി ആണെങ്കിലും അതിനും ഏകദേശം സെയിം വില വരുന്നുണ്ട്. നേരത്തെ കാണിച്ച കുറഞ്ഞതിനും ഇതിനുമൊക്കെ വില വ്യത്യാസമൊന്നുമില്ല. അതായത് വില ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ ഇതിന് 10 എണ്ണം ഫ്രീ വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരി റേറ്റ് സ്വല്പം കൂടെ താഴ്ന്നും കൂടെയാണ് വരുന്നത്. ഇതാണ് പിന്നെ ലൈഫിനൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ ഈ മറ്റേ കുറഞ്ഞ പോട്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ കോട്ടിന് 10 ഫ്രീ ഒന്നുമില്ല കേട്ടോ. ഇതിനാണ് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് മാക്സിമം റേറ്റ് താഴ്ത്തി കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഇതിന് കളറിന് ചെറിയ വില വ്യത്യാസമുണ്ട് കേട്ടോ. കളർ വരുമ്പോൾ ഒരു 40 രൂപ അഡീഷണൽ വരും. നമ്മൾ എത്ര കളർ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ഇവിടെ? നമ്മൾ മെയിനായിട്ടും ബ്ലൂ, ഗ്രീന്, ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ മെയിനായിട്ടും 4 കളറാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വലിയ ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ ഏത് കളറും നമുക്ക് ചെയ്യിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. കാരണം 1, 2 അല്ലെങ്കിൽ 10 ഫോട്ടോ ഒക്കെ ആകുമ്പോൾ പറ്റത്തില്ല. വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഏത് കളറും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ 27 ലിറ്ററിന്റെ പോട്ടുകളാണ്. നമ്മൾ പറഞ്ഞ 280. ഇതൊക്കെ സാധാരണ ക്വാളിറ്റി പോട്ടുകളാണ്. ഇത് സാധാരണ ക്വാളിറ്റി പോട്ടാണ്. ഇവിടെ സാധാരണ ക്വാളിറ്റിയും ചെയ്യുന്നുണ്ട്, രണ്ടും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സാധാരണ ക്വാളിറ്റിയും ഉണ്ട്, ക്വാളിറ്റി കൂടിയതും എല്ലാം ഉണ്ട്. നമ്മൾ ഈ കാണിച്ച പോട്ടുകൾക്കാണെങ്കിൽ എത്ര ലൈഫ് കിട്ടുന്നുണ്ട്? നമ്മുടേത് ഇപ്പോൾ അവർ പറഞ്ഞ ഇതിലൊക്കെ ആണെങ്കിൽ ഒരു 15 വർഷത്തിന് മുകളിൽ ലൈഫ് കിട്ടും. പക്ഷേ നമ്മുടെ കാലാവസ്ഥ ചൂടുമൊക്കെ വരുമ്പോഴത്തേനും നല്ലൊരു 10 വർഷമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ചെടിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ 10 വർഷം കഴിയുമ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഊരി കാണിച്ചു തരാം. നമുക്കിത് ശരിക്കും പറയും സ്ക്രൂവിങ് അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടി അതുപോലെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പൊ ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് നമ്മൾ സ്ക്രൂവിങ് അഴിച്ചു കഴിഞ്ഞാൽ ഇത് ഷീറ്റായിട്ട് ഇങ്ങനെ വിടുന്നു പോയി. നേരത്തെ കണ്ട ഷീറ്റ് പോലെ ആ ഷീറ്റ് പോലെ ആയിപ്പോ. അപ്പൊ നമുക്കത് ആ ഒരു വേരുമായിട്ട് കട്ട പിടിച്ചിങ്ങനെ ഇരിക്കും. അത് നമുക്ക് 10 വർഷം കഴിയുമ്പോൾ അതെടുത്ത് നിലത്തോട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഡ്രമ്മിലെ പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റു കട്ട് ചെയ്യുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പൊ നമുക്കിത് വീണ്ടും നമുക്കിത് ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് വീണ്ടും ഇത് റീയൂസും ചെയ്യാം. ഇത് ഏകദേശം 775 രൂപ വില വരും. ഇത് നമുക്കൊരു അത്യാവശ്യം വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ സൈസാണ്. പിന്നെ ഇതിൻ്റെ വലിയ മരങ്ങൾ വെക്കുവാണെങ്കിൽ അടിഭാഗം ഒഴിവാക്കിയിട്ട് വെക്കുന്നതാണ് നല്ലത്. ഈ ബേസ് ഒഴിവാക്കിയിട്ട് വെക്കുന്നതാണ് നല്ലത്. മറ്റേ നെറ്റ് അതിൽ വരുമോ? നേരത്തെ പറഞ്ഞ ബേസ് നെറ്റ് വരുമല്ലോ. അത് വലുതിന് വരികയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലുതിന് വരുമ്പോഴത്തേക്കും ബേസ് നെറ്റ് വെച്ചിട്ടും കാര്യമില്ല. കാരണം അത് പൊക്കുമ്പോൾ അതിങ്ങ് തള്ളിപ്പോരും. ഒരു 50 ലിറ്റർ സൈസ് വരെയൊക്കെ അടിയിൽ ആ നെറ്റ് വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം ഇതിൻ്റെ ഏകദേശം നമ്മൾ 775 രൂപ വില വരും ഈ ബേസ് അടക്കം. പക്ഷെ ഇതിന് വലിയ മാർജിനിലൊന്നും അല്ല കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കസ്റ്റമർക്ക് ജോയിൻ ചെയ്യേണ്ട വരുന്നുള്ളതുകൊണ്ട് കസ്റ്റമറിന് പണിയുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ മാർജിൻ ഒന്നും ഇതിനകത്ത് തീരെ നിസ്സാര മാർജിൻ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഓരോ 10 വന്ന് ഇതും ഫ്രീ ഉണ്ട്. പക്ഷെ ഇത് ജോയിൻ ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ വില പറഞ്ഞല്ലോ, ഏകദേശം 280 രൂപ ക്വാളിറ്റി കൂടിയതിന്. ഇതാണ് നമ്മൾ കൂടുതൽ ഇതിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മൾ ക്വാളിറ്റി കൂടിയതിൻ്റെ ഏകദേശം 110 രൂപയുടെ പറഞ്ഞു. പിന്നെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധാരണ ക്വാളിറ്റി എയർപോർട്ട് അതാകുമ്പോൾ ഇത് 100 ലിറ്റർ പോട്ടാണ്. 100 ലിറ്റർ ഇത് ഏകദേശം 700 രൂപ വില വരും. 700 രൂപ. മറ്റതിന് 775 ആണ്. പക്ഷെ അതിന് ക്വാളിറ്റിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. 10 ഫ്രീ ഉണ്ട്. അപ്പൊ അത് ശരിക്കും വില കുറവാണ്. പറഞ്ഞു വരുമ്പോൾ ക്വാളിറ്റി ഉള്ളതിന്. പക്ഷെ അതിന് ചെറിയ പണിയുണ്ട് കസ്റ്റമർ. അപ്പൊ ഇതിന് 700 രൂപ വരും ക്വാളിറ്റി ഉള്ള സാധാരണ മാർക്കറ്റ് ക്വാളിറ്റി. പിന്നെ അതിന്റെ 50 ലിറ്റർ ഏകദേശം 340 രൂപ വരും. 340? ഏകദേശം 340. പിന്നെ ഇത് അതിന്റെ തന്നെ 35 ലിറ്റർ അതിന് ഏകദേശം 290 രൂപ വില വരും. 290. അപ്പോൾ അതിൻ്റെ തന്നെ പല സൈസുകളുണ്ട്. ഇത് 20 ലിറ്ററാണ്, 200 രൂപ വരും. പിന്നെ ആ സെയിം സൈസ് വരുമ്പോൾ 240 രൂപ വരും. 240. ഇത് ഏകദേശം 130 രൂപ വരും. ഇത് ഏറ്റവും ചെറിയ ബോട്ടാണ്, സാധാരണ ക്വാളിറ്റിയുടെ. 30 രൂപ വില വരും. 30 രൂപ. 30 രൂപ വരും.
പക്ഷേ ഇത് നമ്മളിത് കൂടുതലും ഈ ക്വാളിറ്റി അല്ല ഞാൻ പറഞ്ഞല്ലോ. മറ്റേ നമ്മൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ക്വാളിറ്റിയാണ് കൂടുതലും ചെയ്യുന്നത്. കാരണം ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കസ്റ്റമറോട് പറഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ലൈഫ് അത്രയും കിട്ടിയല്ല. അപ്പം ഇത് നമ്മൾ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ കൂടുതലും ക്വാളിറ്റി കൂടിയത്. അപ്പോൾ അതാകുമ്പം നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് കൊടുക്കാനും പറ്റും. നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടും കൊടുക്കാൻ പറ്റും. കസ്റ്റമർക്ക് 10-1 ഫ്രീയും ഒക്കെ വരുന്നതാണ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ എന്തായാലും ഇത്രയും ദൂരം വന്നിട്ട് നിങ്ങളുടെ ഒരു വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ ഈ 10-1 എന്ന് പറഞ്ഞ ഒരു ഇത് പറഞ്ഞല്ലോ, നമുക്കത് 10-2 ആക്കി കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ പ്രൊഡക്ഷൻ ആണല്ലോ വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 10-1 എന്നുള്ളത് നിങ്ങളുടെ വീഡിയോ കണ്ട് വരുന്നവർക്ക് 10-1 എന്നുള്ളത് 10-2 നമുക്ക് 10-2 നമുക്ക് ഫ്രീ കൊടുക്കാൻ പറ്റും. ഫ്രീ കൊടുക്കാം. അപ്പോഴാ നമ്മളെ വീഡിയോ കണ്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരികയാണെങ്കിൽ നമ്മളെ വീഡിയോ ആണ് കണ്ടതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം വെച്ച് കൊടുക്കാം. 10-2 എണ്ണം കൊടുക്കാം. അപ്പോൾ നമ്മളിത് നമുക്കിവിടെ കൂടുതലും സെയില് പാഴ്സൽ ചെയ്യുന്നതാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ ജില്ലയെന്നല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും നമ്മളിത് അയച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമുക്ക് ഇത് ഷീറ്റ് ആയതുകൊണ്ട് ഇത് കണ്ടോ, നമുക്ക് അയച്ചു കൊടുക്കാൻ സിമ്പിളാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഇത്രയും പോട്ട് ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നു, ചാക്കിൽ വെക്കുന്നു, നമ്മൾ ഇതിൻ്റെ ബേസ് ഇടുന്നു, സ്ക്രൂ ഇടുന്നു. അപ്പോൾ നമ്മളിത് പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ ബാക്കി കേരളത്തിൽ ചെറിയ ഓർഡറൊക്കെ ആണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ വലിയ ഓർഡർ ആണെങ്കിൽ നമ്മൾ വേറെ പാഴ്സലുകൾ വഴിയൊക്കെ. ഇത് നമുക്ക് കുറച്ച് സ്ഥലം മതിയല്ലോ. ഇത് മതി. ഇതിപ്പോൾ അയച്ചു കൊടുക്കുന്നതിനും വലിയ ചാർജ് ഒന്നും വരുന്നില്ല. 10 ഇപ്പം പക്ഷെ അയച്ചു കൊടുക്കുന്നത് ഒരെണ്ണം അയച്ചാലും ഒരു 10-30 എണ്ണം അയച്ചാലും ഒക്കെ ഏകദേശം ഒരു 200-നും 250-നും ഇടയ്ക്കാണ് കോസ്റ്റ് വരുന്നത്, ഡെലിവറി ചാർജ് വരുന്നത്. അതിപ്പം ശരിക്കും കസ്റ്റമറിന് വന്നെടുക്കുന്നതിലും അല്ല, കാരണം 250 രൂപ എന്ന് പറയുമ്പോൾ വണ്ടിക്ക് 2 ലിറ്റർ പെട്രോളിൻ്റെ പൈസയെ ആവുന്നുള്ളൂ. അപ്പം ശരിക്കും ഇനി അടുത്തുള്ളവർക്ക് എപ്പോഴും വന്നെടുക്കുന്നതല്ല, കണ്ടെടുക്കാം, നോക്കിയെടുക്കാമല്ലോ. കണ്ടെടുക്കാം. മറ്റേ ദൂരെയുള്ളവർക്ക് എപ്പോഴും അയച്ച് എടുക്കുന്നതാണ് ലാഭം, അവർക്ക് ലാഭം. ഈ 27 ലിറ്ററിൻ്റെ പോട്ടാണെങ്കിൽ ഇങ്ങനെ 2 ഷീറ്റും ഒരു ബേസും ഒരു 10 സ്ക്രൂവും കൂടെയാണ് ഒരു പോട്ടിൻ്റെ കൂടെ കിട്ടുന്നത്. ഇങ്ങനെ ഹോൾ ഇല്ലാത്ത വശം ഇതിൻ്റെ മോൾ വശം വരണം. പിന്നെ ഈ പ്രൊജക്ഷൻ പോലെ വരുന്നത്, അതായത് ഇങ്ങനെ കയറിയിട്ട് ഇത് അതിൻ്റെ പുറം വശം വരും, ഇത് അതിൻ്റെ ഉൾവശവും വരും. ഓക്കെ, സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഈ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ 2 കണ്ണ് ഇങ്ങനെ വെക്കണം. 2 കണ്ണ് കയറ്റിയിട്ട് നമ്മൾ 5 സ്ക്രൂ ഇടണം നമ്മൾ. അപ്പോൾ ഇങ്ങനെ പിരിക്കുക, ഇങ്ങനെ ഒന്ന് വെക്കുക. മറ്റേത് സാധാരണ ക്വാളിറ്റി പോലെയല്ല, ഇത് കട്ടി കൂടുതലുള്ള ഷീറ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റും. ഇത് ഇച്ചിരി ബലത്തിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പിരിച്ച് കയറണം. അപ്പം സാധാരണ ക്വാളിറ്റിയേക്കാളും ഇച്ചിരി ബലം കൊടുത്ത് വേണം ഇടാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ 4 സ്ക്രൂ ഇട്ടു. പിന്നെ ഇവിടെ ഒരെണ്ണം കൂടി ചേരാനും ആ ഹോൾ അടയാനും കൂടി ആയിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഇട്ടു. അപ്പോൾ നമുക്ക് 2 ഷീറ്റ് നമ്മളിങ്ങനെ ജോയിൻറ്റ് ചെയ്തു. ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസ് എടുക്കുന്നു. ഇത് നമ്മളിങ്ങനെ വളച്ച് വയ്ക്കുന്നു. ഇതിങ്ങനെ വളച്ച് വെച്ചു. നെറ്റിന് ഒന്ന് ശ്രദ്ധിക്കണം, റാ പോലത്തെ മുള്ളു പോലെ നിൽക്കുന്നത് ഇച്ചിരി മുകളിലോട്ട് വരണം, അല്ലെങ്കിൽ തറയിലോട്ട് പെട്ടെന്ന് ഇത് തട്ടും. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അപ്പോൾ നമ്മളിങ്ങനെ അങ്ങ് ചേർത്തിട്ടു. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം. പിടിച്ചില്ലെങ്കിലും ഒന്നുമില്ല, ഞാൻ പറയുന്നത് 100 ചെയ്യുമ്പോൾ അപൂർവം ചിലപ്പോൾ ഒരെണ്ണത്തിന് ഒരു ചെറിയ ക്രാക്ക് വരും. ക്രാക്ക് വന്നാലും വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ 2 സ്ക്രൂ ഇട്ടു. ഇനി നമ്മൾ ഒരു 3 സ്ക്രൂവും കൂടെ നമുക്കിടുന്നു. ഇതും ഇങ്ങനെ കുത്തി ബലത്തിൽ ചേർത്ത് പിടിച്ച് നമ്മളിങ്ങനെ സ്ക്രൂ ഇട്ടു. ഇവിടെ നമ്മൾ സ്ക്രൂ ഇട്ടു. ഇനി നമ്മൾ മണ്ണ് ഇടുന്നു, ചെടി വയ്ക്കുന്നു, മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നു. പോട്ട് റെഡിയായി. പിന്നെ നമ്മൾ കഴിക്കണമെങ്കിലും നമുക്ക് ഇതുപോലെ നമുക്ക് മാറ്റണമെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ കഴിക്കാം. ഇപ്പോൾ ഇതിൽ കാണിച്ചത് അടിയിൽ നമ്മൾ ഒരു നെറ്റ് അല്ലേ ചെയ്യുന്നത്? അതെ. അപ്പോൾ ഇതൊന്നും കൊണ്ട് നമ്മൾ വീടിന് മുറ്റത്തോ ടൈലിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വെള്ളം ലീക്കായി ടൈലിൽ വീഴത്തില്ലേ? ശരിയാണ്. അതായത് നമ്മളിപ്പോൾ ചാണക വെള്ളമോ അല്ലെങ്കിൽ ഇപ്പോൾ കറയുള്ള പിണ്ണാക്കുകളോ ഒക്കെ ഒഴിക്കുമ്പോൾ നമുക്കിപ്പോൾ ടൈൽസിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈൽസിൽ കറ പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മൾ മണ്ണിലല്ലാതെ ടൈൽസിലോ അല്ലെങ്കിൽ ടെറസിലോ ഒക്കെ വെക്കുന്നവർക്ക് നമുക്ക് ഇങ്ങനത്തെ ട്രേ വരും. അപ്പോൾ ട്രേ വരും. ട്രേ നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ നമ്മൾ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ട്രേ വേണ്ടിയവർക്ക് നമുക്ക് ട്രേ ഉണ്ട്. അപ്പോൾ ട്രേയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പോട്ട് ടെറസിലും ഒക്കെ വൃത്തിയായിട്ട് ഇരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, വേര്. അപ്പം ഇങ്ങനത്തെ ഇതാകുമ്പോൾ ചെറിയ വേരുകൾ തായ്വേരൊക്കെ മണ്ണിലോട്ട് പിടിക്കും. അപ്പം ഇത് ഈ ട്രേ വെച്ച് കഴിഞ്ഞാൽ വേര് മണ്ണിലോട്ട് പിടിക്കുകയില്ല. പിന്നെ ഈ പോട്ട് പെട്ടെന്ന് വൃത്തികേടാകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മണ്ണിലാണ് വെച്ചെങ്കിൽ
മഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളം തുള്ളി തല്ലിയിട്ട് ഇതിനിടയ്ക്കോട്ട് ചെളി കയറും. അതെ. അപ്പം അങ്ങനെ ചെളി കയറും. അപ്പം നമ്മൾ ഈ ഇങ്ങനത്തെ ട്രെയിലാണ് വെക്കുന്നതെങ്കിൽ അതുണ്ടാവത്തില്ല. അങ്ങനെ തുള്ളി തല്ലിയിട്ട് ചെളി കയറിയാണ്. ഒരു ട്രാക്ക് നമുക്ക് ഈ ഒരു സൈസ് ട്രാക്ക് എത്ര വരുന്നുണ്ട് പ്രൈസ്? ഏകദേശം 65 രൂപയോളം വില വരുന്നുണ്ട്. 65 രൂപയോളം വില വരും. കാരണം ഈ വില എന്ന് പറഞ്ഞാൽ ഇത്രയും സൈസ് വരുമ്പോഴത്തേക്കും അവർ പ്രൊഡക്ഷൻ ഈ ഉണ്ടാക്കുന്നവർ അത്രയും അങ്ങ് ചെയ്യുന്നില്ല, ചെറിയ സൈസുകൾ. അപ്പോൾ അത് അത്രയും ചെയ്യാത്തത് കൊണ്ട് അതിന് ആ ഒരു റേറ്റ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ടേക്കുന്നത് കാണിക്കാനായിട്ട് പറ്റുമോ നമുക്ക്? ഞാൻ കാണിക്കാം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കുറച്ച് ഞാൻ കാണിക്കാം. അതൊരു 8 മാസത്തിനും ഒരു 2 വർഷത്തിനും ഇടയ്ക്കുള്ള 2.25 വർഷത്തിനും ഇടയ്ക്ക് സൈസുള്ള പ്ലാന്റ്സാണ് ഞാൻ കാണിക്കാം. നമ്മുടെ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാകും, ഇത്രയും ചെറിയ ഒരു പോട്ടിൽ നമുക്ക് എങ്ങനെ ഫ്രൂട്ട് പ്ലാന്റ്സ് നിർത്താൻ പറ്റും എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അതിനെ നമുക്കൊന്ന് നേരിട്ട് കാണിച്ചു തന്നെ നമുക്ക് തീർക്കാമല്ലോ. നമുക്ക് കാണിച്ചു തരാം. അതെല്ലാം എങ്ങനെയാന്ന് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ സൈസ് മതി. ഈ സൈസിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെട്ടി നിർത്താവുന്നേ ഉള്ളൂ. പ്രൂൺ ചെയ്ത് നിർത്തുക. വെട്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് കായും കൂടുതൽ കിട്ടും. അപ്പോൾ കൊമ്പ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബുഷിയായിട്ട് നിർത്തുക. നമ്മൾ ചുമ്മാ 2 കൊമ്പ് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മളൊരു ചെടി വളരുമ്പോൾ അതിങ്ങനെ ബുഷിയായിട്ട് ഒരു 10-15 കൊമ്പും ഇപ്പോൾ തായ് വേരിന് നല്ല ബലമൊക്കെ ആയിട്ട് ബുഷിയായിട്ട് വളർത്തുക. അതായിരിക്കും. ഈ സൈസൊക്കെ തന്നെ ധാരാളം. എന്തായാലും നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഓഫർ പറഞ്ഞു കഴിഞ്ഞു. 10-ൽ 1 എന്നുള്ളത് 10-ൽ 2 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരു വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടി ഒരു ഗീവ് അവേ ആയിട്ട് കൊടുക്കാനുണ്ടാവും? നമ്മൾ മാക്സിമം ചെയ്ത്, എന്നാലും ഇപ്പോൾ ഇപ്പോൾ നമുക്ക് വീഡിയോ കയറുന്നതാണല്ലോ നമുക്ക് നല്ലത്. മാക്സിമം ഓൺലൈൻ ബിസിനസ് കിട്ടുമ്പോൾ അതനുസരിച്ചൊരു കസ്റ്റമേഴ്സിലോട്ട് ഒരു പ്രോഫിറ്റ് നമുക്ക് ഷെയർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ട് അത് ഷെയറും കമൻറ്റും ലൈക്കും അടിക്കുന്നവർക്ക് നമ്മൾ അതിൽ നിന്ന് ലക്കി ഡ്രോ പോലെ ഒരു 10 പേർക്ക് നമ്മളൊരു 5 ബോട്ട് വെച്ച് നമ്മൾ നമുക്ക് അയച്ചു കൊടുക്കാം. 10 പേർക്കാണ്? 10 പേർക്ക് 5 ബോട്ട് വെച്ച്. 5 ബോട്ട് വെച്ച്. അതായത് നമ്മൾ ഈ വീഡിയോ കണ്ട് മാക്സിമം ഷെയർ ലൈക്ക് കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 10 പേർക്ക് നമ്മൾ 5 ബോട്ട് വെച്ച് വീട്ടിൽ അയച്ചു കൊടുക്കും. നമ്മളിത് കൂടാതെ ഈ എയർപോർട്ടിൻ്റെ ഷീറ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റ് ബിന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ വിദേശത്തെ ടെക്നോളജിയാണ്. ഈ എയർപോർട്ട് തന്നെ, എയർ പ്രൂണിങ് പോർട്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ വന്നിട്ട് 5 വർഷമൊക്കെ ആയുള്ളൂ. അപ്പോൾ അവിടെയാണെങ്കിൽ ഇതിൻ്റെ ഷീറ്റ് കൊണ്ട് നമ്മൾ അടുക്കള വേസ്റ്റ് അല്ലെങ്കിൽ വേറെ സാധനങ്ങൾ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആകുമ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന കോൺക്രീറ്റ് റിങ് ഇല്ലേ, അതേ സെറ്റപ്പ് തന്നെയാണ്. കോൺക്രീറ്റ് റിങ്ങിൻ്റെ സെറ്റപ്പ്. പക്ഷേ അതിലും കൂടുതൽ ഇതിനകത്ത് കാര്യങ്ങൾ നടക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം ഹോളാണ്. ഇപ്പോൾ കോൺക്രീറ്റ് റിങ് ആകുമ്പോഴത്തേക്കും 2 ഹോളേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കോൺക്രീറ്റ് റിങ് പോലെ ഇതിപ്പോൾ നിങ്ങൾ ഷീറ്റ് ജോയിൻറ്റ് ചെയ്യണം. ജോയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ മണ്ണിലോട്ട് വെക്കുക. ഇങ്ങനെ നമ്മൾ മണ്ണിലോട്ട് വെക്കുക. പട്ടിയുള്ള വീടാണെങ്കിൽ 4 കുറ്റി അടിക്കണം. കാരണം വേസ്റ്റ് ആകുന്നതിന് മുമ്പ് വേണമെങ്കിൽ പട്ടിക്ക് ഇത് മറിച്ചിടാൻ പറ്റും. പിന്നെ ഇച്ചിരി മണ്ണ് ചുറ്റും ഇടണം. പിന്നെ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് താത്തി വെച്ചാലും കുഴപ്പമില്ല. എല്ലാ ദിവസവും നമ്മൾ അടുക്കള വേസ്റ്റ് കൊണ്ട് ഇതിനകത്തോട്ട് എല്ലാ ദിവസവും ഇടുന്നു. അടുക്കള വേസ്റ്റ് ഇടുന്നു, മൂടി വയ്ക്കുന്നു. ഒരു കാക്കയൊന്നും വരാതിരിക്കാൻ ഒരു കല്ലും വയ്ക്കുന്നു. പിന്നെ ഇതിന് ചെറുതാകുമ്പോഴത്തേക്കും മൂടി ഈ ടൈപ്പ് ഇങ്ങനത്തെ മൂടിയുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു ചെറുതാണ്, ഒതുക്കമുണ്ട്, ഒതുങ്ങിയിരിക്കും. പഞ്ചായത്തിൻ്റെ റിങ് പോലെ തന്നെ ഈ വേസ്റ്റ് ചീയുന്ന വെള്ളം മണ്ണിലോട്ട് താഴ്ന്നു പോകും. അപ്പോൾ സ്മെല്ലിൻ്റെ ഒരു 95% പ്രശ്നവും ഉണ്ടാകുന്നത് ഈ ചീയുന്ന വെള്ളമാണ് സ്മെല്ലിൻ്റെ മെയിൻ കാരണം. അപ്പോൾ വെള്ളം ഒഴിവായി പോയി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ആ ചണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് അങ്ങനെ പച്ചക്കറിയുടെ കൊണ്ടൊന്നും സ്മെല്ല് വരികയില്ല. പിന്നെ ഇതിനകത്ത് സ്മെല്ല് വരാനുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മത്തി, അയില പോലെയുള്ള മീനിൻ്റെ തലകളാണ് പിന്നെയും സ്മെല്ല് വരാനുള്ള ഒരു സാധ്യതയുള്ളത്. അപ്പം അങ്ങനത്തെ ചെറിയ അളവിലൊന്നും ഇട്ടാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ സാധനം ഇട്ട് കഴിയുമ്പോൾ ഒരു 2 പിടി മണ്ണോ ഇടുക. അല്ലെങ്കിൽ ഇനോക്കുലം, നമുക്ക് മാർക്കറ്റിൽ ഇനോക്കുലം കിട്ടും. 1 കിലോ നിസാര വിലയ്ക്ക് ഇനോക്കുലം കിട്ടും. 1 കിലോ അതിൻ്റെ ഒരു സ്വല്പം ഒരു പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേസ്റ്റ് പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കുന്ന ബാക്ടീരിയ ചിങ്ങടെ പെട്ടെന്ന് നമുക്ക് വേസ്റ്റ് കമ്പോസ്റ്റ് ആവും. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ റിങ്ങിൽ നിങ്ങൾ വേസ്റ്റ് ഇട്ടു. അപ്പോൾ അതെന്ന് പറയുമ്പം ഇപ്പം നിറഞ്ഞു. ഈ നിറഞ്ഞു കഴിയുമ്പോൾ പഞ്ചായത്തിൻ്റെ റിങ് ആകുമ്പോൾ ഇങ്ങനെ സിമെൻറ്റിൻ്റെ ഇതാണ്, നമുക്കിങ്ങനെ പൊക്കാൻ പറ്റത്തില്ല. പിന്നെ അതെന്ന് പറഞ്ഞാൽ നമ്മളത് ഈ കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിന് നമ്മൾ ചിരട്ട വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് കോരിയെടുത്ത് മാറ്റും. അപ്പോൾ അങ്ങനെ കോരിയെടുത്ത് മാറ്റുമ്പോൾ ഇതിനകത്ത് പഴുതാര കാണും, തേള് കാണും, അങ്ങനത്തെ സംഭവം എല്ലാം കാണും. അപ്പോൾ നമുക്ക് ചെറിയ റിസ്ക് ഉണ്ട്. ഇതെന്ന് പറയുമ്പം
നമുക്ക് നിറഞ്ഞു ഇത് പൊടിയായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വശത്തെ സ്ക്രൂ അങ്ങ് അഴിക്കുക. അപ്പോൾ ഇത് ഷീറ്റായിട്ട് ഇങ്ങനെ വിടുന്നു പോരും. അപ്പോൾ നമുക്ക് തൂമ്പ കൊണ്ട് കോരി കൊട്ടയ്ക്കകത്തിട്ടിട്ട് ചെടിക്കോ വാഴയ്ക്കോ ഒക്കെ വളമായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതൊന്ന് ഓസ് അടിച്ച് കഴുകിയിട്ട് വീണ്ടും സെറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ഇത് റീയൂസ് ചെയ്യും. ഈ ഒരു സൈസ് ഇത്രയും വലിയ സൈസ് വരുമ്പോഴത്തേക്ക് ഏതാണ് പ്രൈസ് വരുന്നത്? ഇതിന് ഏകദേശം ഒരു 950 രൂപ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ, അവനവൻ തന്നെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 50 രൂപയും കൂടെ കുറച്ച് 900 രൂപ. ചെറുത് വരുമ്പോൾ ഒരു 50 രൂപയും കൂടെ കുറവ് വരും. 50 രൂപയുടെ കുറവ് വരും ചെറുത് വരുമ്പോൾ. അതും സെറ്റ് ചെയ്യാത്തത് തമ്മിൽ ചെറിയ വ്യത്യാസം. ഇത് എയർ പ്രൂണിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചായിരുന്നല്ലോ. അതെങ്ങനെയാണെന്ന് കാണിച്ചത് ഇപ്പോൾ ഒരെണ്ണം അഴിച്ച് തന്നെ കാണിച്ചു തരാം. ഇതൊരു പഴയ പോട്ടാണ് കേട്ടോ, പഴയ ഒരു പോട്ടാണ്. ജസ്റ്റ് അത് കാണിച്ചു തരാം. വേറെ അടിയിലോട്ട് വരാൻ കാരണം ഇത് ട്രെയിലല്ല വെച്ചത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തറയിൽ വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഈ തറയിൽ മണ്ണിലാണ് വെച്ചിരുന്നത്. അപ്പോൾ മണ്ണിലാണ് വെച്ചിരുന്നത് കൊണ്ട് ഇങ്ങനെ വേര് തറയിലോട്ട് ഇറങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എടുത്ത് മാറ്റാനോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ തറയിൽ വെക്കാതെ നിങ്ങൾ ട്രെയിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇത് 4 സ്ക്രൂ ആണ്. നമ്മൾ 4 സ്ക്രൂ ഇട്ടുള്ളൂ. 4 സ്ക്രൂ നമ്മൾ ഊരി. എന്നിട്ട് നമ്മുടെ ഷീറ്റ് ഇങ്ങനെ എടുത്തു. കണ്ടോ, നമ്മളിത് കണ്ടോ ഷീറ്റ് എടുത്തു. കണ്ടോ ഷീറ്റ് എടുത്തു. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നനച്ചായിരുന്നു. രാവിലെ ഇങ്ങനെ നനയ്ക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ നനയ്ക്കാതിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നോക്കിക്കോ, ഇത് കണ്ടോ, ഇതിൻ്റെ വേര് കണ്ടോ, ഇതിൻ്റെ വേര് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നോക്കി. അതായത് നമ്മൾ ഒരു വേര് ഈ അറ്റത്ത് വരും. ഈ അറ്റത്ത് വന്നു കഴിയുമ്പോൾ ഈ വേര് കട്ടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ വേര് വളരും. ഒരു വേര് തന്നെ 10 വേരായിട്ട് ബ്രാഞ്ചസ് ആയിട്ട് വരും. ഇതുണ്ടോ, ഓരോന്നിനും തലയ്ക്ക് നോക്കിക്കേ. കണ്ടോ, ഈ വേര് ഇവിടുന്ന് കട്ടായി വെക്കുക. ഈ വേര് ഇവിടുന്ന് കട്ടായി അതിൻ്റെ ഉള്ളിൽ നിന്ന് അടുത്ത വേര് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, ഇപ്പോൾ എല്ലാം നോക്കിയത് കണ്ടോ, ഒറ്റ വേര് കൂടാതെ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ചെടി നമുക്കിനിയിപ്പോൾ നിലത്തോട്ട് വെക്കണമെങ്കിൽ നിലത്തോട്ട് വെക്കാം. ചെടിക്ക് ഒരനക്കവും സംഭവിക്കുകയില്ല. അതായത് ഇങ്ങനെ എടുക്കുക, ഇതെടുത്ത് കുഴി കുത്തി മണ്ണിലോട്ട് വെക്കുക. അല്ലെങ്കിൽ ഇനി വലിയ പോട്ടിലോട്ട് വെക്കണം. കാരണം ഇതിപ്പോൾ അത്യാവശ്യം വേര് തെങ്ങി. ഇതിപ്പം ഇതിൻ്റെ വലിയ പോട്ട്, ഈ പോട്ടിലോട്ട് വെക്കുക, ബാക്കി മണ്ണിടുക. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുക്കാം. ഈ ശരിക്കും പറഞ്ഞാൽ ചെറിയ നല്ലതായിട്ട് നനച്ചത് കൊണ്ടാണ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു തരി മണ്ണ് പോലും പോകത്തില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് അടുത്ത ബോർഡിലോട്ട് വെക്കുക, ബാക്കി മണ്ണിടുക. ഇതാണ് ഇപ്പോൾ ഈ എയർ പ്രൂണിങ് എന്ന് പറയുന്നത്. ഇതാണ് എയർ പ്രൂണിങ്. അപ്പം ഇങ്ങനെ നമുക്ക് റൂട്ട് ഇപ്പോൾ നമുക്ക് കണ്ടോ വേര് കൂടുതലാണ്. മറ്റേ ഇപ്പം സാധാരണ ചെടിച്ചട്ടിയാണ് എന്നാ പറ്റിയാനെ. ഇപ്പോൾ സാധാരണ ചെടിച്ചട്ടിയാണെങ്കിൽ ഇങ്ങനെ വേര് വട്ടത്തിലായേനെ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വേര് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിക്കെട്ടിയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പം അങ്ങനെ വട്ടത്തിൽ ചുറ്റിക്കെട്ടി കഴിഞ്ഞാൽ വളവും വെള്ളവും കൂടുതൽ വലിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് ചെടി വെള്ളവും വളവും കൂടുതൽ വലിക്കും. അപ്പോൾ നമ്മളതനുസരിച്ച് വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി അതനുസരിച്ച് വലുതാവും, പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ റൂട്ട് പ്രൂണിങ്. റൂട്ട് പ്രൂണിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മറ്റ് പോട്ടിൽ വയ്ക്കുമ്പോഴത്തേക്ക് ആ വേര് അവിടെ കട്ടാകുന്നില്ല. അത് ചുറ്റി മറ്റു പോട്ടിലാകുമ്പോൾ അങ്ങനെ വേര് കട്ടാകുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ താഴത്തെ വേര് നോക്കിയാൽ മതി. താഴത്തെ വേര് ഇത് കണ്ടോ കട്ടാകുന്നില്ല. ഇതങ്ങ് നീണ്ടു പോകും. നമ്മൾ വലിച്ചു പറിച്ചതാ, മണ്ണിലോട്ട് പോയതാ. അപ്പോൾ ഇതിൻ്റെ അടി വരുന്നത് നെറ്റ് ടൈപ്പ് ബേസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇങ്ങനെ വേര് മണ്ണിലോട്ട് പോകല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേ വെച്ച് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ചെറിയൊരു ഗാർഡനാണിത്. അധികം ഒത്തിരി ചെടികളൊന്നുമില്ല. നല്ലൊരു 8 മാസം തൊട്ട് 2.5 വർഷം വരെ പഴക്കമുള്ള ചെടികളാണിത്. അപ്പോൾ ഇത് പേരയ്ക്ക, തായ് പിങ്ക് പേരയ്ക്കയാണ്. അത് കണ്ടോ, അതൊക്കെ ഉണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. ഒരു സൈഡിൽ നല്ല പഴുത്ത് വരുന്നു, ഇപ്പുറത്ത് പൂത്ത് വരുന്നു. അത് ഈ പറഞ്ഞല്ലോ, ഈ പ്രൂണിങ് പോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അതായത് ഈ റൂട്ട് പ്രൂണിങ് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ട് പ്രൂണിങ് ഇവിടെ നടക്കുന്നു, നമ്മളിവിടെ കൊമ്പ് ബ്രാഞ്ച് പ്രൂണിങ് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും ചെടി നല്ല രീതിയിൽ കായ്ക്കും. മിക്ക ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെടി അങ്ങ് വെക്കും, ഈ ഒരു ലെവലിൽ മണ്ണിടും. ഈ ലെവലിൽ മണ്ണിടും. ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മണ്ണ് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ മണ്ണൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഈ ലെവലിലോട്ടാവും മണ്ണും ചെടിയും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ ഒഴിക്കുന്ന വെള്ളവും വളവും എല്ലാം ഈ ഹോളിൽ കൂടെ പുറത്തോട്ട് പോരും. അപ്പോൾ അങ്ങനെ ഹോളിൽ കൂടെ പുറത്തോട്ട് പോരുമ്പം പോട്ട് വൃത്തികേടായിട്ട് ഇരിക്കും.
പിന്നെ നമ്മൾ വെള്ളവും വളവും അതിനകത്ത് നിൽക്കുന്നില്ല. അപ്പോൾ ചെടി വളരെയല്ല. നമ്മൾ ഉദ്ദേശിച്ചതിന് ശരിക്കും പറഞ്ഞാൽ സാധാരണ പോട്ടിൻ്റെ പകുതി വളർച്ച പോലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാതെ വരും. ഇത് മേടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ തടക്ക് ഇച്ചിരി വണ്ണം ഉണ്ടായിരുന്നു. ഒരു 2 ഇഞ്ചോളം വണ്ണമുള്ള ഒരു തൈയായിരുന്നു. ഇത് മേടിച്ചിട്ട് ഏകദേശം ഒരു 1.25 വർഷത്തോളമായി. അപ്പോൾ ഇത് മേടിച്ചു. നമ്മളിത് ഈ ചെടിച്ചട്ടി ഇത് റൂട്ട് പ്രൂണിങ് ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ ബ്രാഞ്ച് പ്രൂണിങ് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇത് 27 ലിറ്ററിൻ്റെ എയർപോർട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുണ്ട്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ചെടിച്ചട്ടി ഇതിന് റൂട്ട് പ്രൂണിങ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, വേര് കണ്ടില്ലേ? ഈ വേര് നമുക്ക് ഈ അറ്റത്തോട്ട് വരുന്നുണ്ട്. നമുക്ക് ചിലതിൽ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ഇത് ഈ അറ്റത്തോട്ട് വന്നിട്ട് ഈ വേര് ഇവിടുന്ന് ഉണങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഈ വേര് ഉണങ്ങി പോകുമ്പം ഉള്ളിൽ നിന്ന് ഈ ഒരു വേര് ഉണങ്ങുമ്പം 10 വേര് ഇതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് വരും. അപ്പോൾ ചെടി പെട്ടെന്ന് വളരും. അപ്പോൾ വേര് കൂടുതലാണെങ്കിൽ വെള്ളവും വളവും കൂടുതൽ വലിക്കും. അപ്പോൾ അതനുസരിച്ച് ചെടി പെട്ടെന്ന് വലുതാവും. ഇതുകൊണ്ട് എല്ലായിടത്തും അത്യാവശ്യം നല്ല രീതിയിൽ ഫുള്ള് കാ പിടിച്ച് വരുവാണ്. അപ്പോൾ നമ്മൾ പിന്നെ വളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് മറ്റു ചട്ടികളെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒത്തിരി വളം ഇട്ട് കൊടുക്കരുത്. എല്ലാ 1.5 മാസം കൂടുമ്പോഴും ചെറിയ അളവിൽ വളം ഇട്ട് കൊടുക്കുക. ഇതും വെച്ചിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളമായ പേരയാണ്. കണ്ടോ, അത് അത്യാവശ്യം കായുണ്ട്, ചെറിയ കായകളുണ്ട്, വലിയ കായകളുണ്ട്. അപ്പോൾ നമുക്കൊരു വർഷം, ഇതിപ്പോൾ ചെറിയ പേരയാണ്, എന്നാലും ഒരു 15 കിലോ പേരയ്ക്ക് ഒരു വർഷം നമുക്ക് ഏകദേശം ഇതിൽ നിന്ന് കിട്ടും. ഇത് എപ്പോഴും ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇടയ്ക്ക് കായ്ക്കാതെ വന്നാലും ഒരു മാസമൊക്കെ ഒരു ബ്രേക്ക് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്ര ഒരു 2 പേരയും 2 മാവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം, ഇപ്പോൾ നാരകമാണെങ്കിലും ഇതുണ്ടോ, അപ്പോൾ നാരകം ഇത് ഇങ്ങനത്തെ ഇപ്പോൾ നമുക്ക് വീട്ടിലേക്കുള്ള അത്യാവശ്യം നാരങ്ങ എല്ലാം ഇതിനകത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു 2 ചട്ടിയിൽ എല്ലാ സാധനവും 2 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ടുള്ള എല്ലാ സാധനവും നമുക്ക് പ്രത്യേകിച്ച് കാശ് കൊടുത്ത് മേടിക്കേണ്ടതായിട്ടൊന്നും വരത്തില്ല. ഇത് നമ്മൾ ഇതിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണല്ലേ ഇങ്ങനെ ഇത്രയും നിറച്ച് കായ പിടിക്കുന്നത്. സാധാരണ നമുക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കായ്ക്കാറില്ല, അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇത് ഒന്ന് ഈ ചെടിച്ചട്ടിയുടെ പ്രത്യേകതയുണ്ട്. അപ്പോൾ ചെടിച്ചട്ടിയുടെ പ്രത്യേകതയും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കൊമ്പ് വെട്ടിക്കൊടുക്കുന്ന അതുകൊണ്ട്, പിന്നെ നമ്മൾ വളവും നമ്മൾ അതും പറഞ്ഞല്ലോ, എല്ലാം ഒരു 1.5 മാസം കൂടുമ്പോൾ ചെറിയ അളവിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ പക്ഷെ നമ്മൾ വെച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാതെ വർഷത്തിലൊന്ന് വളമിട്ട് കഴിഞ്ഞാൽ കാര്യമില്ല. ഇതിപ്പോൾ ഇത് വലുതാവുന്നതിനനുസരിച്ച് വലിയ പോട്ടിലേക്ക് മാറ്റണോ, എങ്ങനെയാണിത് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്? ഇത് വലുതാകുന്ന അനുസരിച്ച് വലിയ പോട്ടിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്ലാന്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ 2 കിലോ നാരങ്ങ കിട്ടേണ്ട, അല്ലെങ്കിൽ 3, ഇപ്പോൾ ഇതേൽ ഈ സീസണിൽ ഒരു 5-6 കിലോ നാരങ്ങ ഉണ്ടായി. അപ്പോൾ ആ സാധനത്ത് നമ്മൾ പ്ലാന്റ് വലുതാകുവാണെങ്കിൽ അതൊരു 10-15 കിലോ ഉണ്ടാകും. പക്ഷേ നമുക്ക് ഇപ്പോൾ അന്നേരം നമുക്ക് സ്ഥലം കൂടുതൽ വേണ്ടി വരും. പക്ഷേ എപ്പോഴും ആ സാധനത്ത് നമ്മൾ 2 വെക്കുവാണെങ്കിൽ നമുക്ക് സ്ഥലം കുറച്ച് മതി. ഇപ്പൊ കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് ഈ സൈസ് ചട്ടികൾ വെച്ച് പ്രൂൺ ചെയ്ത് അങ്ങ് നിർത്തിയാൽ മതി. ഈ സൈസ് ചട്ടി മേടിക്കുക, പ്രൂൺ ചെയ്ത് നിർത്തുക. അപ്പോൾ ഇതാകുമ്പോൾ ഈ സൈസ് ആകുമ്പോൾ വേറൊരു ഉപകാരമുണ്ട്, ചെടിച്ചട്ടി പോലെ അങ്ങ് നിന്നോളും. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി വലുതാകുമ്പോഴത്തേക്കും ചെടിച്ചട്ടിയുടെ ഈ ലെവലിൽ നിൽക്കുകയില്ല. പിന്നെ നമുക്കിപ്പോൾ എടുത്ത് മാറ്റുമോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഈ സൈസിൻ്റെ ഒത്തിരി അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ചെടിയുടെയും കൂടെ വെയിറ്റ് വന്നു കഴിയുമ്പം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു സൈസ് വരെ എന്ന് പറയുമ്പോൾ ഒരു ചാക്കിടുക, ചാക്കിലോട്ട് നമ്മൾ വലിച്ചു കയറ്റുന്നു. എന്നിട്ട് 2 പേര് കൂടി ചാക്കിലങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മാറ്റി വയ്ക്കാം. ഇത് കശുമാവാണ്. ഇത് ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയും ഇതിനകത്ത് കായ്ക്കുമോ എന്ന് അറിയാൻ വേണ്ടിയും പരീക്ഷിക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഇതൊരു ചെറിയ കശുമാവ് മേടിച്ചാണ്. ഇപ്പം മേടിച്ചിട്ട് 1 വർഷം. കശുമാവിന് പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ്. കശുമാവ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കശുമാവിൻ തോട്ടത്തിലൊക്കെ 3 വർഷം കൊണ്ട് തന്നെ വലിയ കശുമാവായിട്ട് മാറും. ഇത് മേടിച്ചിട്ട് ഏകദേശം 8 മാസമേ ആയുള്ളൂ. അപ്പോൾ 8 മാസമായി നമ്മൾ ഇതിനകത്ത് കൊണ്ട് വെച്ചു, നന്നായിട്ട് ഇത് മേടിച്ച് വെച്ചു, കൊമ്പെല്ലാം വെട്ടിവിട്ടു. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ റൂട്ട് പ്രൂണിങ് നടക്കുന്ന കൂടത്തിൽ ബ്രാഞ്ചും കൂടെ നമ്മൾ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് കാ കിട്ടും. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇപ്പം ഇത് കണ്ടോ, ഇപ്പം നമ്മളിത് കൊമ്പ് വിട്ടില്ലായിരുന്നെങ്കിൽ ഇത് 2 പൂവേ ഇപ്പോൾ ചെടിക്ക് ഇത്ര 2 പൂവേ വരും ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മളിങ്ങനെ വെട്ടിവിട്ടതുകൊണ്ട് നിറച്ച് ബ്രാഞ്ചസ് അപ്പം നമുക്കിപ്പം 2 കാ കിട്ടേണ്ട സ്ഥാനത്ത് ഒത്തിരി കാ കിട്ടും.
ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്. സ്റ്റാർ ഫ്രൂട്ട് പിന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട്. ഇത് നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ്, നല്ല മധുരമുള്ളതാണ്. സ്റ്റാർ ഫ്രൂട്ടും ശരിക്കും പറഞ്ഞാൽ ചിലർ പറയുന്നത് ഒത്തിരി ഒരു പരിധി കൂടുതൽ സ്റ്റാർ ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ ഇത് ഇപ്പോൾ കുറച്ച് നമുക്ക് എപ്പോഴും നല്ലതാണ്. ഇത് മധുരമുള്ള ടൈപ്പേ വെക്കാവുള്ളൂ. ഇത് മധുരമുള്ളതാണ്, നല്ല രീതിയിൽ കായ്ക്കുന്നതാണ്. ഇപ്പോൾ ഇത് തന്നെ നമുക്ക് തന്നെ ഇത് കായ്ച്ച് ഫുള്ള് പഴുത്ത് കഴിയുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൊതിയാവും. എന്നുവെച്ചാൽ കഴിക്കാനല്ല, ഒരു നിൽക്കുന്നത് കാണാനൊരു നമുക്ക് തന്നെ. ഇതിപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ചെറിയൊരു കപ്പളങ്ങാടെ സൈസ് വരും അല്ലേ, ചെറിയൊരു കപ്പളങ്ങാടെ സൈസ് വരും. ഫുള്ള് ഇങ്ങനെ മഞ്ഞച്ച് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് വിയറ്റ്നാം മാൾട്ട മൊസംബിയാണ്. ഇത് ഇപ്പം ഓറഞ്ച് എന്നൊക്കെ പലരും പറയുന്നുണ്ട്, പക്ഷേ ഇത് ഓറഞ്ച് അല്ല, ഇത് മൊസംബിയാണ്. പക്ഷേ ഇത് എല്ലാ വീട്ടിലും വെക്കേണ്ട ഒരു സാധനമാണ്. കാരണം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു സംഭവമാണിത്. അതുമാത്രമല്ല ഇതിന് തൈക്ക് ഇച്ചിരി വിലയുണ്ട്, 350 രൂപയൊക്കെ ഇതിന് തൈക്ക് വിലയുണ്ട്. അപ്പോൾ ഇതിന് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ഇത് മൂത്ത് കഴിഞ്ഞാൽ തൊട്ട് ഇത് മധുരമാണ്. ഒരു മഞ്ഞപ്പൊടിയാൽ നല്ല മധുരമാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഇതായി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പച്ചയ്ക്ക് കഴിച്ചാൽ നല്ല പുളിയാണ്, നമുക്ക് കഴിക്കാനേ പറ്റിയല്ല. ഇത് ഒരു ചുമപ്പ് ഓടിയാൽ തന്നെ നല്ല മധുരമാണ്, നല്ല മധുരമാണ്. അതുമല്ല ഇത് ഉണ്ടാകുന്നത് ഈ ഒരു ചെടിയെ തന്നെ ശരിക്കും ഇതെല്ലാം പൂവും നിർത്തുവാണെങ്കിൽ ഒരു 50 കായെങ്കിലും ഉണ്ടാവും ഇത് ശരിക്കും. പക്ഷേ 50 കായ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ചെടി പിന്നെ കാണിയല്ല, ചെടി താങ്ങത്തില്ല. അപ്പോൾ ഒരു കൊല്ലയിൽ 2-3 എണ്ണമൊക്കെ നമുക്കൊരു നിർത്താൻ തന്നെ പറ്റുള്ളൂ. ഇതിലിപ്പോൾ ഒരു 1, 2, 3 ഒരു 10-15 കായേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 400 ഗ്രാം എങ്കിലും ആവറേജ് വലിയ ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരു കായ വരും 400 ഗ്രാം. അപ്പോൾ ഒരു 10-20 കായായി കഴിയുമ്പോൾ തന്നെ ചെടി ഒടിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ തന്നെ നോക്കുന്നുണ്ടോ, പല കൊമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം പൂത്തപ്പോൾ അത് ഞാനത് കുറേ കായ അങ്ങ് നിർത്തി. അപ്പോൾ എൻ്റെ കുറേ നല്ല കൊമ്പുകൾ പോയി. അപ്പോൾ അതിനുശേഷം പിന്നെ ഇതിൽ ഒരു പരിധിക്കുള്ളിൽ ചെടിക്ക് നിങ്ങൾക്ക് കൊമ്പിന് വണ്ണം ഉണ്ടെങ്കിൽ നിർത്താം. പക്ഷേ ഈ ചെറിയ ചെടിക്കൊന്നും അങ്ങനെ നിർത്താൻ പാടില്ല. എത്ര വർഷം കഴിഞ്ഞപ്പോൾ കായ്ഫലം കിട്ടി തുടങ്ങി വെച്ച്? നമ്മൾ മേടിച്ചത് 350 രൂപയുടെ തൈയാണ് മേടിച്ചത്. അപ്പോൾ നമ്മുടെ മുട്ടിൻ്റെ പൊക്കം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു ഏകദേശം ഇതിനകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ടൊരു 1.25, നമ്മൾ മേടിച്ചപ്പോൾ മുട്ടിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഒരു 1.25 വർഷമായി. പക്ഷേ ഇതിനകത്ത് ഒരു പരിധി കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഹോളിൻ്റെ ഇതിലേക്കൂടെ വരും. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ആ മണ്ണ് ഫില്ല് ചെയ്തെങ്കിൽ നമുക്ക് വെള്ളം ഇപ്പോൾ ഉദാഹരണം ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കുവാണ്. ഓൾറെഡി നനച്ച പോട്ടാണ്, ഇത്രയും വെള്ളം ഒഴിച്ചു നിറച്ചു. ഓൾറെഡി ഇന്ന് രാവിലെ നനച്ചതാണ്. കണ്ടോ വെള്ളം വരുന്നില്ല. പക്ഷെ വെള്ളം വരുന്നില്ല, വെള്ളം അങ്ങ് താഴുവാണ്. കണ്ടോ, നോക്കിയോ. പിന്നെ ഇത് ഇപ്പോൾ അത്യാവശ്യം നിറച്ചു, ഇനിയും നമ്മൾ ഒഴിക്കുവാണ്. ഇപ്പോൾ ഇനിയും നമ്മൾ വെള്ളം ഒഴിച്ചു, സൈഡിൽ കൂടി ഒന്നും വരുന്നില്ല. പക്ഷെ ഒരു പരിധി കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചെറിയ ഹോളിൽ കൂടെ വെള്ളം വരും. ഇതിനപ്പുറത്തോട്ട് ഒഴിക്കേണ്ട കാര്യമില്ല. ചെടിച്ചട്ടിയോ ഗ്രോ ബാഗ് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിലടിക്കുമ്പോൾ നേരെ ഇത് ചട്ടിയിലോട്ട് കയറും. ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇവിടെ നേരെ അടിക്കും, ഇവിടെ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ എല്ലായിടത്തോട്ടും പല ഇതിലെ വെയിൽ വരുന്നു. അപ്പം നേരിട്ട് ചൂട് മണ്ണിലോട്ട് വരികയല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് ആ മണ്ണ് ഫില്ല് ചെയ്തെങ്കിൽ ഇപ്പം എയർപോർട്ടിലും മറ്റേ പോട്ടിലും വെള്ളം ഈ ഹോളുള്ള ചട്ടിയാണെന്ന് വെച്ചുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ ഒഴിക്കേണ്ട പ്രശ്നം വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മളിത് വീടിന് ജനൽ വെക്കുന്ന പോലെയാണ്. ഒത്തിരി ജനലുകളുണ്ട്. മറ്റേന്ന് പറയുമ്പോൾ ഇരുന്ന് ആവിക്കും. ഇത് മൊത്തം ജനലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചൂടാണെങ്കിലും ജനലിലുള്ള ഒരു 10 ജനലുള്ള വീട്ടിലെ ചൂടും ഒരു ജനലില്ലാത്ത വീട്ടിലെ ചൂടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് മണ്ണ് കറക്റ്റ് ഫില്ല് ചെയ്താലേ ഈ സംഭവം എല്ലാം കറക്റ്റ് ആവും. ഫില്ല് ചെയ്യാന്നല്ല, ഇവിടം വരെ നിങ്ങളൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ മണ്ണൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. എപ്പോഴും മണ്ണ് ഈ ഒരു ലെവലിൽ നിൽക്കുക. അപ്പോൾ ഈ ഒരു ലെവലിൽ ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ നനച്ചതാണ്, ഇപ്പോൾ നമ്മൾ അത്യാവശ്യം 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ വെള്ളം നനയ്ക്കുവാണ്. ഇനി എന്തോരം നോക്കട്ടെ, ഇനി നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. നോക്കട്ടെ, ഇപ്പോൾ കവിഞ്ഞു പോകാനുള്ള വെള്ളം ഏകദേശമായി. കാരണം അത് മണ്ണ് കറക്റ്റായിട്ട് സെറ്റ് ആയതുകൊണ്ടാണ് പോകാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അനാവശ്യം പക്ഷേ ഇനി വെച്ചിട്ട് പോകേണ്ടതാണ്. ഇപ്പോൾ പോകേണ്ട സമയമായിയാണ്. ഇനി കറക്റ്റ് മണ്ണ് ഫില്ലായിട്ടുണ്ട്. അത് എന്നിട്ടും പോകാൻ തുടങ്ങിയിട്ടില്ല. കാരണം മണ്ണത്
മണ്ണ് പക്കയായിട്ട് സെറ്റായിട്ട് ഇടയ്ക്കോട്ടൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ ഇത് പോകും. ഇതിപ്പോൾ കഴിയുമ്പോഴത്തേക്ക് ഇത് പോകുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇതിപ്പോൾ നമുക്ക് കാണാത്തതുകൊണ്ടാണ് ഓരോ തുള്ളിയായിട്ട് എക്സസ് വെള്ളം പതുക്കെ ഓരോ തുള്ളിയായിട്ട് പതുക്കെ പോകും. വെള്ളം കയറുന്ന പറമ്പില്ലേ, അതായത് ജാതിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അഴുകിപ്പോവും, ജാതി പോവും. അതായത് ജാതിത്തോട്ടമൊക്കെ ചില ആൾക്കാർ അത്യാവശ്യം നല്ല പൈസ മുടക്കിയിട്ട് ജാതിത്തോട്ടമൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 2018 വെള്ളപ്പൊക്കത്തിൽ ഒക്കെ കുറേ പേര് ജാതി പോയി കഴിഞ്ഞപ്പോൾ ഈ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ വലിയ ഷീറ്റ് മേടിക്കും, എയർപോർട്ടിൻ്റെ വലിയ ഷീറ്റ്. എന്നിട്ട് ഈ ജാതി പിന്നെ വെക്കുന്നതിനെല്ലാം ഈ വലിയ ഷീറ്റിലോട്ട് മണ്ണ് ഫില്ല് ചെയ്യും. എന്നിട്ടപ്പം ജാതി ഇച്ചിരി പൊക്കി നിർത്തും. അപ്പോൾ വേറെ ഗുണമുണ്ട്. വെള്ളം ഒന്ന് കയറിയെന്ന് വിചാരിച്ചു, കയറിയാലും ആ കയറിയ വെള്ളം പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആയി പോകും. അപ്പം ജാതി ഇപ്പം 2018 വെള്ളപ്പൊക്കം പിന്നെ വന്നിട്ടില്ല. എന്നാലും ഈ ചെറിയ വെള്ളം കയറുന്ന സ്ഥലത്തൊക്കെ ഉള്ളവർ പറയുന്നത് മറ്റേ രീതി ചെയ്യുമ്പോൾ അവർക്ക് ജാതി വെള്ളം കയറുമ്പോൾ തന്നെ ഇപ്പോൾ ഈ പാടമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒരു 3 ദിവസം വെള്ളം കയറി അല്ലെങ്കിൽ ഒരാഴ്ച വെള്ളം കയറി നിന്ന് കഴിഞ്ഞാൽ അതങ്ങ് നശിച്ചു പോകും. ഇതെന്ന് പറയുമ്പം ഇപ്പോൾ 2 ആഴ്ച വെള്ളം നിന്നാലും അവർക്ക് ചെടി ഇതുവരെ. അപ്പോൾ ഈ മെയിനായിട്ട് ഇപ്പോൾ ഒത്തിരി പേര് ഈ ജാതി വെക്കുന്നവർ ഒക്കെ ഈ സാധനം മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ, പക്ഷേ ഇത് ക്വാളിറ്റി ഉള്ള ജാതിയൊക്കെ വെക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള ഷീറ്റ് എടുക്കുന്നതാണ് നല്ലത്. കാരണം അത് നമ്മൾ കുറച്ച് നാളത്തേക്കല്ലല്ലോ. അപ്പം പക്ഷേ ഈ കുറച്ച് നാളത്തേക്കുള്ളതല്ലാത്തതുകൊണ്ട് ഈ ക്വാളിറ്റി ഉള്ള ഷീറ്റ് വരുന്നത് ചെറിയ ഷീറ്റുകളാണ്. അപ്പം അത് ജോയിൻ്റ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ മഴ പെയ്ത് ഒത്തിരി വെള്ളം പോയി കഴിഞ്ഞാലും അതിന് കൊടുത്തേക്കുന്ന വളങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ലേ? അതൊരു നെഗറ്റീവായിട്ട് വരത്തില്ലേ? അതൊരു നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വളം ഇടുമ്പം ഒരു പരിധി കൂടുതൽ വളം ഇട്ട് കൊടുക്കരുത്. ഒരു പരിധി കൂടുതൽ. അതിപ്പോൾ ഈ പോട്ടെന്നല്ല. ഇപ്പോൾ ഈ പോട്ടെന്നല്ല, നിങ്ങൾ സാധാരണ ഡ്രമ്മിൽ വെച്ചാലും ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രമ്മിൽ നമ്മൾ 2 കോട്ട ചാണകം കിട്ടും. ഇപ്പോൾ ഒരു വലിയ ഡ്രമ്മ് 2 കോട്ട ചാണകം കിട്ടും. ഒരു 5 ദിവസം ഒരു 2 നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ചാണകത്തിൻ്റെ മെയിൻ സത്ത് മുഴുവനും പോവും. ഇപ്പോൾ ഡ്രമ്മിലാണ് ഇതുപോലെ ഹോളില്ല എങ്കിലും അടിയിൽ നമ്മൾ ഹോൾ ഇട്ടിട്ടാണ്, അടിയിൽ ചെറിയ ഹോൾ ഇടുന്നുണ്ട്. അപ്പം അത് ഇത്രയും കൂടെ വലിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെന്ന് പറയുമ്പോൾ വേര് കുറവാണ്, റൂട്ട് സിസ്റ്റം കുറവാണല്ലോ. ഇതെന്ന് പറയുമ്പം വേര് കൂടുതലാണ്. വേര് കൂടുതലായതുകൊണ്ട് വളം പെട്ടെന്നങ്ങ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ വളം പെട്ടെന്നങ്ങ് പോയില്ല. അപ്പോൾ മറ്റേന്ന് പറയുമ്പോൾ 2-3 കുറച്ച് വേരും കാണും. അപ്പോൾ വളം പെട്ടെന്ന് പോകും. വെറുതെ എക്സസൈസ് ആയിട്ട് ഇടുന്ന വളം അവിടെ വേസ്റ്റ് ആയി പോകും. അത് ഡ്രമ്മിലാണേലും പോവും, മറ്റതിലാണേലും പോവും, ഇതിലാണെങ്കിലും പോവും. അപ്പോൾ ഇതിന് ഹോൾ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ പോയില്ല. കാരണം വേര് അതനുസരിച്ച് പിടിച്ചെടുത്തോളൂ. വേര് അതനുസരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഈ വേരുകളെല്ലാം അബ്സോർബ് ചെയ്യും. ഇത് ക്വാളിറ്റി ഉള്ള പോട്ടല്ല, ഇതൊരു പഴയ പോട്ടാണ്. അപ്പോൾ ഞാനിതൊരു പരീക്ഷിക്കാൻ വേണ്ടി ഇത് ക്വാളിറ്റി കുറഞ്ഞൊരു പോട്ട്, പഴയ പോട്ട് അവിടെ കിടന്നത് ഞാൻ ചുമ്മാ ഇത് ഒരു തെങ്ങ് നട്ട് നോക്കിയതാണ്. ഈ ഇടയ്ക്ക് നട്ടതല്ല, അതൊരു ചെറിയ തൈ. എത്രയാണ്, ഒരു ഏകദേശം ഒരു 1.5 വർഷം മുകളിലായി. 1.5 വർഷം മുമ്പ് ഒരു ചെറിയ ഒരു തേങ്ങയും ഇതുമായിട്ടങ്ങ് നട്ടതാണ്. എന്താവുമെന്നറിയാൻ വേണ്ടി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. ഇത് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. കാരണം നല്ലൊരു ഹെവി പോട്ടൊക്കെ വെക്കുകയാണെങ്കിൽ തെങ്ങ് നമുക്ക് ഹെവി പോട്ടിൽ തെങ്ങ് വെക്കാം. പക്ഷെ തെങ്ങ് വെക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ട്രേ വെക്കാൻ പാടില്ല. മെയിൻ വേര് തെങ്ങ്, പ്ലാവ് ഇങ്ങനത്തെ സാധനങ്ങൾ വെക്കുമ്പം നമ്മൾ അടിഭാഗത്ത് ട്രേ വെച്ച് കഴിഞ്ഞാൽ തായ്വേര് അടിയിലോട്ട് വിടുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇച്ചിരി വലിയ പ്ലാന്റ്സ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്ലാവ് വെച്ചു, ഇപ്പോൾ ഡ്രമ്മിൽ നിങ്ങൾ വെച്ചെന്ന് വിചാരിച്ചു, ഒരു 2 ചക്കയായി കഴിയുമ്പോൾ കാറ്റ് പിടിച്ചാൽ എന്നാ പറ്റും? ഡ്രമ്മും ഇതും കൂടെ പ്ലാവ് എല്ലാം അടക്കം മറിയും. അപ്പോൾ നമ്മൾ ഈ തെങ്ങ് ഇങ്ങനത്തെ പ്ലാവ് ഇപ്പം എന്ത് വെച്ചാലും അടിഭാഗം ഓപ്പൺ ആയിരിക്കണം. അല്ലെ അടിഭാഗം തായ്വേര് പോകാനുള്ള ഇത് കൊടുക്കണം. പക്ഷേ നമ്മൾ അല്ലെങ്കിൽ പിന്നെ വലിയ സൈസ് ആക്കാൻ പാടില്ല. പക്ഷെ പ്ലാവും തെങ്ങും നമുക്ക് വലിയ സൈസ് ആക്കാതെ ഇതുകൊണ്ട് നമുക്ക് കാ കിട്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് പ്ലാവും തെങ്ങും വെക്കുമ്പോൾ അടിഭാഗം ഓപ്പൺ ആയിട്ട് ഇടുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. 1 കിലോ പേരയ്ക്ക കട മേടിച്ച് കഴിയുമ്പോൾ 150 രൂപ കൊടുത്താൽ നമുക്ക് പേരയ്ക്ക കിട്ടും. പക്ഷെ നമുക്കൊരു സന്തോഷം കിട്ടിയല്ല. ഇതിപ്പം പല ആൾക്കാരും, അതായത് റിട്ടയർ ആയിട്ടുള്ള പല ആൾക്കാരും പെൻഷൻ കിട്ടുന്നത് തന്നെ 1-1.5 ലക്ഷം രൂപ മാസം പെൻഷൻ കിട്ടുന്നവർ ഈ പോട്ടും മേടിച്ചുകൊണ്ട് പോയി ഇതിനകത്ത് ചെയ്ത്. അപ്പം ഞാൻ ഇവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ 1-1.5 ലക്ഷം രൂപ
പെൻഷൻ കിട്ടുന്നവരല്ലേ. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വീട്ടിൽ നമ്മൾ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ BP കൂടും. BP കൂടും. മറ്റേന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് മുറ്റത്തിറങ്ങി രണ്ട് ചെടിയും വെച്ച് ഇതേന്ന് ഇപ്പം ഒരു കിലോ കായ കിട്ടിയോളെങ്കിലും കടയിൽ നിന്ന് മേടിച്ച് 10 കിലോ കിട്ടുന്നേക്കാൾ സന്തോഷം നമ്മൾ വെച്ച ഒരു ഇപ്പം അതിൽ നിന്ന് ഇപ്പോൾ വളമൊക്കെ ഇട്ട് പൈസ കൂടുതലായെന്ന് വിചാരിച്ചു. എന്നാലും നമുക്ക് BP സന്തോഷം ഇങ്ങനത്തെ സാധനത്ത് നമുക്ക് കാശിൻ്റെ ഇപ്പോൾ ഒരു BP കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആശുപത്രി 10 ലക്ഷം രൂപ. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും പിള്ളേരുടെ സന്തോഷവും അതിന് വിലയില്ല. ഇപ്പോൾ ഒരു നല്ലൊരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ ഹോസ്പിറ്റൽ ചിലവാകും. അതുമല്ല, അതുകൊണ്ടൊന്നും അതൊന്നും ആവത്തുമില്ല. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ പ്രകൃതിയായിട്ട് ചേർന്ന് ജീവിക്കുക, നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ BP കുറയാൻ വേണ്ടി നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യുമ്പം അത് BP നമുക്ക് കുറയാൻ നല്ലത്. ചെറുനാരകമാണ് ഇത്. ഏകദേശം ഞങ്ങൾ വെച്ചിട്ട് 1.5 വർഷത്തോളമായി. നോക്കിയാൽ ഇത് നിറച്ച് കായുണ്ട്, ഒത്തിരി കായുണ്ട്. ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ബാച്ച് മുഴുവൻ ഇങ്ങനെ വിളഞ്ഞിട്ട് കൊഴിഞ്ഞു പോകാനൊക്കെ തുടങ്ങി. ഞങ്ങൾ ഇന്നത്തെയും കാ കണ്ടോ താഴെ കിടക്കുന്നുണ്ട്. പിന്നെ അടുത്ത ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഈ ഒരു ലെവലിലുള്ളവർ. പിന്നെ അടുത്തത് കിളുത്തിങ്ങനെ പൂ വേറൊരു ബാച്ച് പൂ കഴിഞ്ഞിട്ട് ഇതിൽ നിൽക്കുന്നവർ. പിന്നെ ഇത് അടുത്ത പൂവ്. അങ്ങനെ ഒത്തിരി കണ്ടോ. അത് സാധാരണ നമ്മൾ പോട്ടി വെക്കുന്നേക്കാളും ഇരട്ടി അധികമാണ് കായ്ഫലം കൂടുതൽ. ആൾക്കാർക്ക് ഇങ്ങോട്ട് വരുമ്പം ചോദിക്കാറുണ്ട്, ഇതെന്താണ് ഇങ്ങനെ കായം പിടിച്ച് നിൽക്കുന്നത്, നിങ്ങൾ എന്ത് വളമാണ് ഇടുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതെ, നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ആദ്യം വന്നപ്പോഴത്തേക്ക് അതിലൂടെ പോയത്, നമ്മുടെ കണ്ണ് പോയത്. കാര്യം നിറച്ച് കാഴ്ച കിടക്കുന്നു, അതിൻ്റെ താഴെ തന്നെ ഒത്തിരി പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ആരായിരുന്നാലും ഒന്ന് ജസ്റ്റ് നോക്കി പോകും കാണുമ്പോഴേ. ആളുകൾക്ക് വരുമ്പോൾ ഇങ്ങോട്ട് നോക്കും, എന്താണ് ഇങ്ങനെ നിങ്ങൾ എന്ത് വളമാണ് ഇടുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം ഞങ്ങൾ പറയും ഇത് പ്രത്യേകിച്ച് വളത്തിൻ്റെ ഗുണമല്ല, ഇത് പോട്ടിൻ്റെ ഗുണമാണ്. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടി കായ്ഫലം ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഗുണം. ഇത് ഞങ്ങൾ വെച്ചിട്ട് ഏകദേശം ഒരു 8 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഈ വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കുരുമുളകും കറിക്കൊക്കെ വെക്കാനുള്ളതൊക്കെ എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിൻ്റെ വളർച്ച കണ്ടോ, നിറച്ച് കായ്ഫലം, നിറച്ച് കായുണ്ട്. ഇതേ പഴുത്തതായിട്ടും പച്ചയൊക്കെ ആയിട്ട് നിറച്ച് കായുണ്ട്. എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. എപ്പോഴും കുരുമുളക് ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. കണ്ടോ തിക്കായിട്ട് കണ്ടോ നിൽക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. കണ്ടോ ഈ ഒരു കുഞ്ഞു ചെടിയിൽ തന്നെ നിറച്ച് കായുണ്ട്, ഒത്തിരി കായുണ്ട്. നമുക്ക് കുറ്റിക്കുരുമുളക് ആയതുകൊണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എങ്ങോട്ട് വളർന്നു പോകുമെന്ന് പേടിക്കണ്ട. പോട്ടിൻ്റെ അതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. നിറച്ച് കായുണ്ട്. ഇത് ഇവിടെയൊക്കെ ഒത്തിരി കായുണ്ട്. എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഈ സൈഡാണ് കൂടുതൽ കായ. ഇതേപോലെ തന്നെ ഇത് പല ബാച്ചായിട്ടുണ്ട്. കണ്ടോ, അലോവേരയാണ്. അലോവേര ഇപ്പം എല്ലാ വീട്ടിലും ആവശ്യമുള്ളത്, സ്ത്രീകൾക്കൊക്കെ ഒത്തിരി ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ചർമ്മ സംബന്ധമായിട്ടും മുടിയിൽ തേക്കാനും ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ ഒത്തിരി ആവശ്യമുള്ളൊരു കാര്യമാണ് അലോവേര. സ്ത്രീകളൊക്കെ ഒത്തിരി എപ്പോഴും നോക്കുന്നൊരു കാര്യമാണ്. ഇതുണ്ടോ, അവർക്കത് വേണം എന്നുള്ളൊരിതാണ്. പിന്നെ ഇത് ഞങ്ങൾ വെച്ചത് 2 മൂടേ വെച്ചിട്ടുള്ളൂ. ഇത് 2 ടൈപ്പ് അലോവേരയാണുള്ളത്. ഇത് ഇങ്ങനെ ഈ ഒരു ടൈപ്പും ഞങ്ങൾ 2 മൂടേ വെച്ചുള്ളൂ. പക്ഷേ അതിൻ്റെ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അത് നിറച്ച് ഒത്തിരി ആയിട്ടുണ്ട്. അതിൻ്റെ കുട്ടിയായിട്ട് കണ്ടോ, കാണാവോ, ഒത്തിരി അലോവേര ആയിട്ടുണ്ട്. ഇതിലും കൂടുതലുള്ള ഒരു പോട്ട് ഞങ്ങൾ അവിടെ കാണിച്ചു തരാം. വേറൊരു പോട്ടും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇതിൽ നിന്ന് പറിച്ചിട്ട് വേറെ പോട്ടിലോട്ട് മാറ്റി വെക്കുക ചെയ്യുന്നത്. ഇത് ഫുള്ളാകുമ്പോൾ നമുക്ക് അതിൻ്റെ സ്പേസ് ഫുള്ളായി തിക്കായിട്ട് വളരുകയല്ലേ. അപ്പം നമുക്ക് അലോവേരയ്ക്ക് എപ്പോഴും ഒത്തിരി വെള്ളം വേണ്ടല്ലോ. വെള്ളം ഉണ്ടെങ്കിൽ അത് സാധാരണ ഇങ്ങനെ ചീഞ്ഞ് പോവില്ലേ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പോട്ടിൻ്റെ പ്രത്യേകത കൊണ്ട് നന്നായിട്ട് വളർന്നു നിൽക്കും. വെള്ളമൊന്നും അധികം കെട്ടി നിൽക്കത്തില്ല. അതിനകത്ത് ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ അതിൻ്റെ അത് വലിച്ചെടുത്തോളൂ. പിന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ കറിവേപ്പില. കാരണം നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പം എങ്ങനെയുള്ളതാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വിഷമൊക്കെ അടിച്ചിട്ടുള്ളതല്ലേ വരുന്നത്. അപ്പം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇങ്ങനെ ഒരു കറിവേപ്പുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറിക്കും ആവശ്യത്തിനായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാനിതാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇതേപോലെ ഒരു പോട്ട് ഉണ്ടെങ്കിൽ പോട്ടിൽ വെച്ചാൽ മതി. ഇത് അധികം പ്രായമായിട്ടൊന്നും ഇല്ല. അപ്പോൾ കമ്പോസ്റ്റ് പിന്നെ എയർപോർട്ട് ആവശ്യമുള്ളത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഇപ്പം വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ വിളിക്കുക.